യുവമാരി ഇറങ്ങി പോയാലേ നന്നാവുള്ളൂ. കാരണം ഉള്ളതെല്ലാം കൈയിട്ട് വരാൻ വേണ്ടി മാത്രമേ ഇവിടെ കേരള സർക്കാരുള്ളൂ. കേന്ദ്രവും കേരളവുമായിട്ട് അടി കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെന്താ പറയേണ്ടത്? അവർ കീരിയും പാമ്പുമായിട്ട് നിൽക്കണം. അപ്പം നമ്മളെ പോലെയുള്ള ജനങ്ങളല്ലേ ബുദ്ധിമുട്ടുന്നത്. എല്ലാം കള്ളത്തരമാണ് കാണിക്കുന്നത്. കേരള സർക്കാർ എല്ലാം കള്ളത്തരമാണ് കാണിക്കുന്നത്. എന്താണ് അവർ ചെയ്യുന്നത്? കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചിട്ട് അവർ മേടിച്ചില്ല എന്ന് പറഞ്ഞ് ഇവിടുന്ന് ചെയ്യുന്നു. അത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമസ്കാരം. നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി പ്രോജക്ട്. അതിന്റെ ഭാഗമായി കേരളത്തിൽ നിരവധി റോഡുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരും ഫണ്ട് മുടക്കിയിരിക്കെ തങ്ങളുടേത് മാത്രമാണെന്ന രീതിയിലായിരുന്നു കേരള സർക്കാർ അതിനെ അവതരിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളെ പോലും അടിച്ചുമാറ്റുന്ന കേരള സർക്കാരിന്റെ നടപടികൾ ശരിയാണോ? ഇതേപറ്റി നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. അവര് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അത് തന്നെയാണ്. കാരണം കേന്ദ്രത്തിന്റെ പദ്ധതികൾ ഇവിടെ കൊണ്ടുവരികയും ഇവരുടെ പദ്ധതിയാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് അവർ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും തുടർന്നത്. അത് മാത്രമാണ് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു ഇപ്പോഴത്തെ പിണറായി സർക്കാരിന്റെ ഭരണം തന്നെ ഇനിയും തുടരുന്നതിനോട് ഒരു ശതമാനം പോലും താല്പര്യമില്ല, തുടരാൻ പാടില്ല. പശ്ചിമ ബംഗാളിന്റെ അവസ്ഥ വരും. ഈ ഒരു പാർട്ടി മാറിക്കഴിഞ്ഞാൽ വേറെ ഏത് പാർട്ടി വരണമെന്നാണ് യോജിക്കുന്നത്? താൽക്കാലികമായിട്ട് ഇപ്പോൾ തൽക്കാലം UDF വരണം എന്നുള്ളതാണ്. കാരണം കേരളത്തെ സംബന്ധിച്ച് LDF അല്ലെങ്കിൽ UDF വരണമെന്നുള്ളതാണ് താല്പര്യം. എനിക്ക് ഒരു അഭിപ്രായമല്ല. നല്ല രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചം. പിണറായി സർക്കാരാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ നല്ല കഴിവുള്ള ആളാണ്. നമ്മുടെ കേരളത്തിന് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടില്ലേ? അപ്പൊ അങ്ങനെ പറയുമ്പോൾ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ലാതെയല്ലേ നോക്കേണ്ടത്? അങ്ങേർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരമാവധി ചെയ്യാവുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ല, രണ്ടുപേരും സഹകരിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അല്ലാണ്ട് ഒരാളുടെ മാത്രമായിട്ട് അവകാശപ്പെടാൻ പറ്റും. മഹാഴോയി ഭരണമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പറയാൻ തരിയിരിക്കുന്നു. കാരണം കേന്ദ്രം ഒന്നും മുടക്കണില്ല, കേരളം മാത്രം മുടക്കണമെന്നല്ലേ പറയണേ. അപ്പൊ കേന്ദ്രം അവിടെ ചുമ്മാ ഇരിക്കുകയാണ്. അതാണ് ചോദ്യം. ഇയാളെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരണത്. കേന്ദ്രം കൊടുക്കാതെ പിന്നെ അവിടെ നിന്ന് വരണം വേണം. ഈ ഒരു ഭരണം ഇനിയും തുടരുന്നതിനോട് താല്പര്യമുണ്ടോ? താല്പര്യമില്ല. ഇല്ല. ഈ ഒരു ഭരണം മാറി കഴിഞ്ഞാൽ ഏത് പാർട്ടി വരണമെന്നാണ് താല്പര്യം? BJP വരണം കേരളത്തിൽ, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. എങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. അത് അപക്വമായ മനസ്സിൻ്റെ അവസ്ഥയാണത്. പണ്ടേ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിന് അങ്ങനെ ഒരു അപക്വമായ ഭാവം ഉണ്ട്. അതുകൊണ്ട് സംഭവങ്ങൾ അങ്ങനെ സംഭവിക്കുന്നു. എന്താണ് പറയാനുള്ളത്? യുവമാരി ഇറങ്ങി പോയാലേ നന്നാവുള്ളൂ. കാരണം ഉള്ളതെല്ലാം കൈയിട്ട് വരാൻ വേണ്ടി മാത്രമേ ഇവിടെ കേരള സർക്കാരുള്ളൂ. ഈ ഒരു ഭരണം മാറുന്നതിനോട് തന്നെയാണ് താല്പര്യം. ഈ ഭരണം മാറിക്കഴിഞ്ഞാൽ വേറെ ഏത് പാർട്ടി വരണമെന്നാണ്? വേറെ ഏത് പാർട്ടി വന്നാലും ഇവർ വരാൻ പാടില്ല. കേന്ദ്രവും കേരളവുമായിട്ട് അടി കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെന്താ പറയേണ്ടത്? അവർ കീരിയും പാമ്പുമായിട്ട് നിൽക്കണം. അപ്പം നമ്മളെ പോലെയുള്ള ജനങ്ങളല്ലേ ബുദ്ധിമുട്ടുന്നത്. ഏത് റോഡാണ് നന്നാക്കുന്നത്? അവരൊക്കെ മന്ത്രിമാരൊക്കെ പോകേണ്ട റോഡുകൾ മാത്രമേ ലെവലായിട്ടുണ്ട്. വേറെ ഒറ്റ ഇട റോഡ് ലെവലല്ല. സാധാരണക്കാരെല്ലാവരും ദുരിതത്തിൽ. അതെ, ഈ കൊറോണയും നോട്ട് നിരോധനവും വന്നതിന് ശേഷം ഭയങ്കര ദാരിദ്ര്യത്തിലാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഇവിടുത്തെ കേരള സർക്കാർ അങ്ങനെയാണല്ലോ. കേന്ദ്ര പദ്ധതികൾ എന്തുണ്ടായാലും അതിനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സ്വന്തം കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അത് ഇവരുടെ രീതിയാണ്, അത് പറയാൻ പറ്റില്ല. മാറ്റം വരാൻ ജനങ്ങളെല്ലാം കൂടെ ഒരുമിച്ചല്ലേ പറ്റുള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണല്ലോ വിനിയോഗിച്ചത്. അപ്പൊ അത് ഒരു പ്രത്യേകം പറയണം. കേരള സർക്കാരിന്റെ ഈ നടപടികൾ മാറേണ്ടതില്ല. ഇപ്പോഴല്ല, പല പരിപാടികളും ഇങ്ങനെ തന്നെയാണ് അവർ ചെയ്യുന്നത്. പദ്ധതിയായിരുന്നാലും ശരി, അത് അവരുടെ ഫണ്ടിലോട്ടാണ് അവർ ചെലവാക്കുന്നത്. ഈ 14 റോഡെന്ന് പറയണേ, 14 ജില്ല എല്ലായിടും പൂർത്തിയായിട്ടില്ല. അതിനു മുമ്പാണ് അവർ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. എല്ലാം അങ്ങനെയാണ്. വെറുതെ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് അതിനു മുമ്പ് തീർത്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള റോഡ്, റോഡ് ഇതെല്ലാം ഞാൻ നിത്യം സൈക്കിളിൽ പോകുന്നതാണ്. ചെയ്തിട്ടില്ല. വെറുതെ പുറമെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതേ ഉള്ളൂ. വഞ്ചൂർ റോഡ് ഡ്രെയിനേജ് പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കാൻ കഴിഞ്ഞ ദിവസം വരെ. അതുപോലെ ശരിയാക്കിയിട്ടില്ല. ഒട്ടും ശരിയല്ല. പുറമെ ഇങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അവർ പൊള്ളയായിട്ട് കാണിക്കണം. പറയാനുള്ളെങ്കിൽ എല്ലാവർക്കും പരാതിയേ ഉള്ളൂ. ഇനി ഈ ഒരു സർക്കാർ തന്നെ വീണ്ടും വരുന്നതിനോട് ഒരു യോജിപ്പുണ്ടോ? മിക്കവാറും ഈ സർക്കാർ തന്നെ വരണത്. ചേട്ടന് യോജിപ്പുണ്ടോ വരുന്നതിനോട്? എനിക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടാ? കാരണം
ഇവരുടെ ഭരണ രീതി അത്ര ശരിയല്ല. ശരിയല്ല. അതുകൊണ്ടൊരു മാറ്റം വരണം. മാറ്റം വരണം. കള്ളത്തരമേ ഉള്ളൂ. അത് ശരിയാണെന്ന് തോന്നുന്നു. ശരിയാണ്, അല്ലാതെ എന്താണുള്ളത്? എല്ലാം കള്ളത്തരമാണ് കാണിക്കുന്നത്. കേരള സർക്കാർ എല്ലാം കള്ളത്തരമാണ് കാണിക്കുന്നത്. എന്താണ് അവർ ചെയ്യുന്നത്? കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചിട്ട് അവർ മേടിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ചെയ്യുന്നു. അത്രയല്ലേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഈ ഒരു ഭരണത്തോട് താല്പര്യമുണ്ടോ? ഇനിയും തുടരണമെന്ന് ഒരു താല്പര്യമില്ല. മാറണം. മാറി വരുവാണെങ്കിൽ ഏത് പാർട്ടി വരണമെന്നാണ്? BJP വരണം. എങ്കിലും മാത്രമേ നമ്മുടെ നാടിന് നേട്ടം ഉണ്ടാവത്തുള്ളൂ. അവരെത്ര കള്ളം പറഞ്ഞാലും നമുക്കത് മനസ്സിലാവും. സത്യം മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും മനസ്സിലാവും. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ പൊള്ളത്തരം പറയാതെ സത്യം പോലെ പറയാൻ ശ്രമിക്കുക. എങ്കിലേ സർക്കാരിൽ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും എങ്കിലും ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അനുകൂലിക്കുന്ന സർക്കാർ ഇനി വരാൻ പോകുന്നതും അതുകൊണ്ട് മാത്രമായിട്ട്. അത് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന സ്കീമാണ്. കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന സ്കീം കേരള ഗവൺമെൻറ് അടിച്ചു മാറ്റിയിട്ട് അവരെ പേരിലേക്ക് വരുന്നത് ഒരിക്കലും അത് ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും പറ്റത്തില്ല. അതാണ് കാരണം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളിപ്പോൾ പല സംഭവങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് TV വാർത്തയിൽ കൂടെ. അപ്പോൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് കേന്ദ്രത്തിൻ്റെ മാത്രമല്ല, കേരള സർക്കാരിൻ്റെയും കൂടെ പദ്ധതിയല്ലേ, രണ്ടുപേരുടെയും പദ്ധതിയാണല്ലോ. കേരള സർക്കാരിന് ഇത് മാത്രം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ അവതരിപ്പിച്ചത്. അപ്പൊ അത് ഒരു ശരിയായിട്ടുള്ളൊരു രീതിയല്ലല്ലോ. ഇല്ല, രണ്ടുപേരുടെയും പദ്ധതിയാണ്. അത് ഇപ്പോൾ ഇവരുടെ ഇതായതുകൊണ്ട് ഇവരത് പറയുന്നതായിരിക്കും. അത് ശരിയാണോ എന്ന് തോന്നുന്നില്ല.